1990-കളിൽ നരേന്ദ്രമോദി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയതോടെ അമിത്ഷായുടെ ഉയർച്ചകൾ തുടങ്ങുകയായിരുന്നു. നരേന്ദ്രമോദിയുടെ അനുഗ്രഹാശിസുകളോടെ ഷാ ഗുജറാത്ത് സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ ചെയർമാനായി സ്ഥാനമേറ്റെടുത്തു. ശങ്കർ സിംഗ് വഘേല മുതലായ വിമതർ പാർട്ടിയിൽ മോദിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി മോദിയെ ഗുജറാത്തിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുന്നു. 1997-ലെ ഉപതെരഞ്ഞെടുപ്പിൽ ഷാ സാക്കേജ് മണ്ഡലത്തിൽ നിന്നും ജയിച്ച് ഗുജറാത്ത് നിയമസഭയിലെത്തി. മോദിയുടെ സ്വാധീനം മൂലമാണ് ഷായ്ക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരവും ലഭിച്ചിരുന്നത്. 1998-ലെ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ ഇതേ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു. 1997-ലെ ഉപതെരഞ്ഞെടുപ്പ്, 1998, 2002, 2007 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുജറാത്തിലെ സാക്കേജ് നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച നിയമസഭാംഗമായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സഹപ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ് അമിത്ഷാ. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പല നിർണായക തീരുമാനങ്ങളും എടുത്തിരുന്നത് അമിത്ഷായായിരുന്നു. 2012-ലെ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ നാരായൺപുര മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. വീണ്ടും ഗുജറാത്ത് നിയമസഭയിലെത്തി. 2014-ലെ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ചുമതലയും അമിത്ഷായ്ക്കായിരുന്നു. മത്സരിച്ച 80 സീറ്റുകളിൽ 73 സീറ്റുകളും വിജയിച്ച് ഉത്തർപ്രദേശിൽ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കി. ഈ വിജയത്തോടെ അമിത്ഷാ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2001-ൽ ഭരണക്കെടുകാര്യസ്ഥത ആരോപിച്ച് ഭാരതീയ ജനതാ പാർട്ടി കേശുഭായ് പട്ടേലിനെ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി പകരം നരേന്ദ്രമോദിയെ ആ സ്ഥാനത്തിരുത്തുകയായിരുന്നു. ഭരണസാരഥ്യം കയ്യിൽ വന്ന നരേന്ദ്രമോദിയും ഷായും വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുകയായിരുന്നു. 2002-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ വീണ്ടും സാക്കേജ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുകയും 1,58,036 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. രേഖപ്പെടുത്തിയ വോട്ടുകളുടെ 36% അമിത്ഷായുടെ ഭൂരിപക്ഷം. നരേന്ദ്രമോദി 12 വർഷക്കാലം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇക്കാലയളവ് കൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ നേതാവായി അമിത്ഷാ മാറുന്നു. 2002-ൽ മോദി മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയെ അമിത്ഷാ സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തിന് വിവിധ വകുപ്പുകളുടെ ചുമതലയുണ്ടായിരുന്നു. ഒരു കാലയളവിൽ 12 വകുപ്പുകൾ വരെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. തീവ്രവാദ നിരോധന നിയമം തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് ആരോപിച്ച് അത് പിൻവലിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പിൻവലിക്കുന്നതിനു പകരമായി ഗുജറാത്ത് കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം എന്നൊരു ഭേദഗതി ബിൽ അമിത്ഷാ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബില്ലിന്റെ വോട്ടെടുപ്പ് വേളയിൽ കോൺഗ്രസ് നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയെങ്കിലും ചെറിയ ഭേദഗതികളോടെ ബില്ല് പാസ്സാവുകയായിരുന്നു. അമിത്ഷാ ഗുജറാത്ത് നിയമസഭയിൽ അവതരിപ്പിച്ച മതപരിവർത്തന നിരോധന ബിൽ ഏറെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി. ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് ഉറപ്പു നൽകിയിരുന്ന അവകാശങ്ങളുടെ ലംഘനമാണ് ഈ ബില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ ബില്ലിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ അമിത്ഷാ പ്രതിരോധിക്കുകയും ബില്ല് സഭയിൽ പാസാക്കിയെടുക്കുകയും ചെയ്തു. ഇത് RSS നേതൃത്വത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ മതിപ്പുള്ളതാക്കുകയായിരുന്നു.